ഹലോ ഫ്രണ്ട്സ്, ഇത് ഉരുളക്കിഴങ്ങ് പൊടിമാസാണ്. ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഉരുളക്കിഴങ്ങ് പൊടിമാസ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞ് നോക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഞ്ചിനുള്ള ഒരു സൈഡ് ഡിഷാണ് കേട്ടോ. ഇതിന് ആദ്യം നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച് അതിൻ്റെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്ത് എടുത്ത് വെക്കണം കേട്ടോ. ഒരു സവാള ചെറുതായിട്ട് കൊത്തിയരിയണം, 1/4 ടീസ്പൂൺ ജീരകം, 4 പച്ചമുളക്, 2 ചെറിയ വെളുത്തുള്ളി കഷ്ണങ്ങളാക്കിയത്, അത് കഴിഞ്ഞ് ഇഞ്ചി വേണം, ശകലം കരിവേപ്പില, എണ്ണ, അത് കഴിഞ്ഞ് കടുക്, ഉഴുന്ന്, ശകലം മല്ലിയില. ആദ്യം ഒരു 4 സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ചീനച്ചട്ടിയിൽ ഒഴിക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർക്കണം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഉഴുന്ന് ചേർക്കാം. ഉഴുന്ന് നല്ല ബ്രൗൺ കളറിൽ ആകണം. ബ്രൗൺ കളറിൽ വറുത്ത് വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചി ചേർക്കണം. ഇതിൻ്റെ കൂടെ വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തത് കൂടെ നമുക്ക് ചേർക്കാം. എല്ലാം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം കൂടെ നമുക്ക് ചേർക്കണം. പച്ചമുളക് ഇതിനെ നടുക്ക് നമുക്ക് കട്ട് ചെയ്തിട്ടാണ് ഇതിന് ചേർക്കേണ്ടത്. മുഴുവനായിരിക്കണം, അതേസമയം നടുക്ക് നമ്മൾ ഒന്ന് കട്ട് ചെയ്തിരിക്കണം. കരിവേപ്പില കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റണം. ഇതിലേക്ക് സവാള കൊത്തി അരിഞ്ഞത് കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റാം. ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് കട്ട് ചെയ്ത് വെക്കണം. 1 കപ്പ് തേങ്ങ കൂടെ എടുക്കണം കേട്ടോ പൊടിമാസിന്. ഉള്ളി നന്നായിട്ട് വെന്ത് ഇനി നമുക്ക് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് നന്നായിട്ട് ഇതിനെ വഴറ്റണം. ഉള്ളിയുമായിട്ട് നന്നായിട്ട് യോജിപ്പിക്കണം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർക്കാം. ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റണം. 1 കപ്പ് തേങ്ങ കൂടെ ചേർക്കണം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. നമ്മുടെ ഉരുളക്കിഴങ്ങ് പൊടിമാസ് തയ്യാറായി. നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. Thanks for watching.